നമസ്കാരം. നമ്മുടെ മലപ്പുറത്ത് 3 എംപിമാർ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അതിൽ വിശ്വസിക്കാൻ പറ്റും? എന്നാൽ സംഭവം സത്യമാണ്. അതുമാത്രമല്ല, വയനാടിന് മാത്രമായി ഒരു എംപി പോലും ഇല്ല എന്ന് പറഞ്ഞാലും വിശ്വസിച്ചേ മതിയാവൂ. അതാണ് സത്യം. ഇനി എന്തെങ്കിലും ആശയക്കുഴപ്പം തോന്നുന്നവർക്ക് ആ സംശയം മാറ്റാൻ വേണ്ടി കണക്കുകൾ വെച്ച് തന്നെ ഞാൻ പറയാം. മലപ്പുറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മലപ്പുറത്തും പൊന്നാനിയിലും എംപിമാരുണ്ട്. എന്നാൽ മലപ്പുറം ജില്ലയിലെ മണ്ഡലങ്ങളായിട്ടുള്ള നിലമ്പൂർ, വണ്ടൂർ, ഏറനാട് എന്നീ മണ്ഡലങ്ങളുടെ അധികാരപരിധി ഏത് എം പിയുടെ കീഴിലാണ് എന്ന് നോക്കുക. അത് വയനാട് എം പി ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ് അവിടുത്തെ എം പി. അതായത് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടുന്ന എം പി ഫണ്ട് വിനിയോഗിക്കുന്നത് വയനാട്ടിൽ മാത്രമല്ല, ഈ മലപ്പുറത്തെ ഈ 3 മണ്ഡലത്തിൽ കൂടി അവർ അവരുടെ എം പി ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട്. ഇനി സാങ്കേതികമായിട്ട് വയനാട് എം പി ആണ് എന്ന് പറയാം എന്ന് മാത്രമേ ഉള്ളൂ ഈ പ്രിയങ്ക ഗാന്ധി. യഥാർത്ഥത്തിൽ അവർ വയനാടിൻ്റെ എം പി മാത്രമല്ല. മലപ്പുറത്തെ 3 മണ്ഡലങ്ങൾ, കോഴിക്കോടിൻ്റെ 1 മണ്ഡലം, വയനാടിനുള്ള ആകെയുള്ള 3 മണ്ഡലങ്ങൾ, ഇങ്ങനെ 7 മണ്ഡലങ്ങൾ ചേർന്നതാണ് അവരുടെ എം പി സ്ഥാനം. അതായത് അവർ വഹിക്കുന്ന എം പി സ്ഥാനത്തിന് കീഴിലുള്ള 7 നിയോജക മണ്ഡലങ്ങൾ. അവർക്ക് കിട്ടുന്ന എം പി ഫണ്ട് രാജ്യത്തെ എല്ലാ എം പിമാർക്ക് കിട്ടുന്ന ഫണ്ട് തുല്യമാണ്. എന്നാൽ അവർക്ക് കിട്ടുന്ന എം പി ഫണ്ടിൽ നിന്ന് വയനാട് ജില്ലയ്ക്ക് കൊടുക്കുന്നത് പോലെ തന്നെ അത്രത്തോളം മലപ്പുറം ജില്ലയ്ക്കും പോകുന്നുണ്ട്. ഒരു ഭാഗം കോഴിക്കോടിനും. ഇനി പറ, മലപ്പുറം ജില്ലയ്ക്ക് മാത്രമായിട്ട് 3 എം പിമാരുടെ ഫണ്ടാണ് കിട്ടുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമായത്? ഇവിടെയാണ് നോക്കേണ്ടത്. തീർച്ചയായിട്ടും ജനസംഖ്യ ആനുപാതികമായി തന്നെ കൊടുത്തതാണത്. ഇതേ കാര്യം രാജ്യവ്യാപകമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതേ ആൾക്കാർ അതിനെ എതിർക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ് എന്ന് ആലോചിച്ച് നോക്കുക. കേരളത്തിൽ മറ്റൊരു ജില്ലയ്ക്കും 3 എം പിമാരുടെ സേവനം ലഭിക്കുന്നില്ല, 3 എം പിമാരുടെ ഫണ്ട് ലഭിക്കുന്നില്ല. ആകെ മലപ്പുറം എന്ന ഒരു ജില്ലയ്ക്ക് മാത്രമാണ് 3 എം പിമാരുടെ ഫണ്ട് ലഭിക്കുന്നത്. തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന നഗരമാണ് എന്ന് നമുക്കറിയാം. അവിടെ 14 നിയോജക മണ്ഡലങ്ങളുണ്ട്, 14 MLA-മാരുണ്ട്. എന്നാൽ 2 എം പിമാരുടെ മാത്രം ഫണ്ടേ അല്ലെങ്കിൽ സേവനമേ അവിടെ ലഭിക്കുന്നുള്ളൂ. ഇങ്ങനെ 14 ജില്ലകളിലെ ഓരോ ജില്ലകൾ എടുത്തു നോക്കിയാലും ഇങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് കാണാം. പല ജില്ലയ്ക്കും ഒരു എം പിയുടെ പൂർണ്ണമായിട്ടുള്ള സേവനം പോലും ലഭിക്കുന്നില്ല. ഉദാഹരണത്തിന് ഈ വയനാട് പോലെയുള്ള മണ്ഡലങ്ങളുടെ. എന്നാൽ മലപ്പുറം ജില്ലയ്ക്ക് 3 എം പിമാരുടെ സേവനവും ഫണ്ടുമാണ് ലഭിക്കുന്നത്. അതെങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനസംഖ്യാപരമായിട്ട് മണ്ഡലങ്ങൾ വിഭജിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് കൊള്ളാം, ഓക്കെയാണ്, നല്ലതാണ്. എന്നാൽ ഇതേ കാര്യം ദേശീയ തലത്തിൽ രാജ്യവ്യാപകമായിട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിനെ എതിർക്കുന്നവരുടെ വിരോധാഭാസം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതൊന്നും ഇവിടുത്തെ മാപ്രകൾ നിങ്ങളുടെ മുന്നിൽ പറയില്ല. അവരെപ്പോഴെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? മലപ്പുറത്തിന് 3 എം പിമാരുണ്ടെന്ന് അവർ പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ സത്യം അതാണ്. ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ട. നിങ്ങൾ അത് അന്വേഷിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ടല്ലോ, നെറ്റിൽ നോക്കിയാൽ മതി. വയനാട് എം പിയുടെ കീഴിൽ എത്ര നിയോജക മണ്ഡലങ്ങളാണ് എന്ന് നോക്കുക. വയനാട്ടിലെ കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, ഇതേ 3 ഉള്ളു വയനാട്ടിൽ. അത്രയേ ഉള്ളൂ, അത്രയും ജനസംഖ്യ ഉള്ളൂ. ഇനി ബാക്കി 4 എണ്ണവും, ഒരെണ്ണം തിരുമുമ്പാടി, അത് കോഴിക്കോട്, ബാക്കി 3 മലപ്പുറത്താണ്. അതായത് മലപ്പുറത്ത് എത്ര മണ്ഡലങ്ങൾ എം പിയുടെ കീഴിലുണ്ടോ അത്രത്തോളം തന്നെ വയനാട്ടിലുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഫണ്ടിൻ്റെ പകുതിയിലധികവും പോകുന്നത് വയനാടിനല്ല, വയനാടിന് പുറത്തേക്കാണ്. അപ്പോൾ പിന്നെ അവരെ എങ്ങനെയാണ് വയനാട് എം പി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുക? ഇതൊന്നും ഇവിടുത്തെ മാപ്രകൾ പറയില്ല. ഇതിവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇതുകൂടാതെ മലപ്പുറം ജില്ല ഇനിയും വിഭജിക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ജനസംഖ്യ അടിസ്ഥാനത്തിൽ കേരളത്തിൽ കൂടുതൽ എം പിമാരെ കിട്ടുന്നുണ്ട്. പോരെങ്കിൽ ജില്ല വിഭജിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതെല്ലാം ജനസംഖ്യ മുൻനിർത്തി തന്നെയാണ്. എന്നാൽ ഇതേ കാര്യം കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായിട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിനെ, ആ വൃത്തികേടിനെയാണ് ജനാധിപത്യ വിശ്വാസികൾ ശരിക്കും എതിർക്കേണ്ടത്.